എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഉം. എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഇത് ഉം. കേട്ടപ്പോഴേ. ആ. കാരണം അതൊരു ഒരു ഒരു സിറ്റുവേഷൻ അതെ ആണല്ലോ. അതെ അതെ. എനിക്ക് തിരിച്ചു പോകാറില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിർത്തി അവസാനം ഒരു ദിവസം പെട്ടിയിലായിരിക്കട്ടെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനുണ്ട് വല്ലാതായി പോയുണ്ട് അതെ അതെ കേട്ടപ്പോഴേ. ശരിയാ. അവരുടേതും അവരുടേതല്ലാത്ത ആ പല ആവശ്യങ്ങളും പിന്നെ അവരവിടെ എനിക്ക് നിൽക്കുക. സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എനിക്കിപ്പോഴും കണ്ണ് നിറയും എനിക്ക്. ശരിയാ, പെട്ടുപോവാ. നമ്മളവർ നേരിട്ട് കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പം ഞാൻ പറഞ്ഞു, എടോ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, തനിക്ക് ലയബിലിറ്റി കഴിഞ്ഞാൽ താൻ വീട്ടിൽ വന്ന് നിൽക്ക്. കാരണം കുട്ടികൾക്ക് മിസ്സാവണമല്ലോ, അതെ അതെ. കുട്ടികൾക്ക് അവരെ മിസ്സാവണത്. ഞാൻ പറഞ്ഞു ഈ ഒരു കാലം അവർക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും അതെ. എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രഗിളിൻ്റെ സമയത്തൊക്കെ ഈ ഏറ്റവും എഫക്റ്റഡ് ആവുന്നത് നമ്മളോട് അടുപ്പമുള്ളവർ, നമ്മളോട് സ്നേഹിക്കുന്നവരും അങ്ങനെ കുറച്ച് പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പക്ഷെ ആ സമയത്ത് നമുക്കത് ചിന്തിക്കാനും പറ്റില്ലല്ലോ. ആ നമ്മൾ സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് അവരും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ കാണിക്കുന്നതിന്റെ പരിണിത ഫലം അവരാണല്ലോ ആ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.